അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. പുതിയ ഭരണസമിതിയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗമാണിത്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ അമ്മ ഓഫീസിൽ എത്തി. റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ്. റിയ, വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണാധികാരികളൊക്കെ അവിടേക്ക് എത്തുകയാണ്. എപ്പോഴാണ് യോഗം ചേരുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മധു, പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗം എന്നത് മാത്രമാണ് ഇന്നത്തെ പ്രത്യേകത. എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനായി ശ്വേതാ മേനോൻ, പ്രസിഡന്റായ ശ്വേതാ മേനോൻ അടക്കമുള്ള മുഴുവൻ ആളുകളും അല്പസമയം മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു. ഏതാണ്ട് 10-15 മിനിറ്റ് മുമ്പ് തന്നെ എക്സിക്യൂട്ടീവ് യോഗം ആരംഭിക്കുകയും ചെയ്തു. ഇന്നത്തെ യോഗത്തിൽ പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓണാഘോഷം അടക്കമുള്ള കാര്യങ്ങളാണ് പരിഗണനയിലുള്ളത്. ഇനി സംഘടനയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഔദ്യോഗികമായി തന്നെ അംഗമായ ഉഷ ഹസീന സംഘടനയ്ക്ക് നൽകിയ മെമ്മറി കാർഡ് വിഷയത്തിലെ ഒരു പരാതിയാണ്. അത് പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പരിഗണിക്കുകയോ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നില്ല. വരും ദിവസങ്ങളിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും ആ പരാതി അടക്കം പരിഗണിക്കുകയും അതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക. നേരത്തെ തന്നെ ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിരുന്നു, അങ്ങനെ ഒരു പരാതി ഇതുവരെ താൻ കണ്ടിട്ടില്ല. ഈ പ്രശ്നവും താൻ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ തന്നെ പരിഗണിക്കുമെന്നതായിരുന്നു ശ്വേതയുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അത് പരിഗണിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ വലിയ ചർച്ചയായത് ഈ സംഘടനയിൽ നിന്ന് മാറി നിന്ന് പുറത്തു പോയ നടിമാർ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അതും ഉടനെ പരിഗണിക്കുന്ന ഒരു വിഷയമല്ല. വരും ദിവസങ്ങളിലൊക്കെ വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലായിരിക്കും അതും ഉണ്ടാവുക. എന്തായാലും ഈ വനിതകൾ തലപ്പത്തേക്ക് വന്ന ശേഷം ആദ്യമായി കൊച്ചിയിൽ ചേരുന്ന, അമ്മയുടെ ഓഫീസിൽ ചേരുന്ന ഒരു എക്സിക്യൂട്ടീവ് യോഗം എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ യോഗം എന്നതാണ് ഇന്നത്തെ സവിശേഷത.